ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ നമ്മളെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് തൃച്ചംബരത്ത് മറ്റേ ഉത്സവമുണ്ട്, അതിന് വരെ പോവാം. അങ്ങനെ കൂട്ടുകാരെല്ലാം ചങ്ങായിമാരെല്ലാം വന്നിട്ടുണ്ട്. പോണോ വേണ്ടയോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പോയിട്ട് വരാം, അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. ഓക്കെ, ചാനലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ടാറ്റ. അങ്ങനെ ഉത്സവത്തിന് എത്തി കേട്ടോ. എത്തിയിട്ട് ഞാൻ മെയിനായിട്ട് എന്താ പറയുക, ഉത്സവത്തിന് അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ പോയിട്ടില്ല. പക്ഷെ ഇത് കാണാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ ടൗണിൽ തന്നെയാണ്, അടുത്ത് തന്നെയാണ്. കുറേ ഒന്നും അങ്ങോട്ട് പോകേണ്ട, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഇനി ഞാൻ വീട്ടിൽ പോയിട്ട് ഇവരെല്ലാം വരുന്നുണ്ടായിരുന്നു, കൂട്ടുകാരെല്ലാം വരുന്നുണ്ടായിരുന്നു. അന്നേരം നമ്മൾ ഇതിനാണ് പോയത്. ഞാൻ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തിട്ട് വന്നു. അങ്ങനെ പിള്ളേരെല്ലാം ആയിട്ട് അടിച്ചുപൊളി. ഇതിനകത്ത് കയറണമെന്ന് എനിക്കുണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം ഞാൻ കയറിയില്ല, രണ്ടാമത്തെ ദിവസം പോയിട്ട് കയറി, ഒറ്റയ്ക്ക് കയറി. എനിക്കെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു നമ്മുടെ പള്ളിയിൽ പോയായിരുന്നു. ഈ പള്ളിയിൽ പെരുന്നാളുണ്ടായിരുന്നു, ആലക്കോട് പള്ളിയിൽ. അന്നേരം അവിടെ പോയ സമയത്ത് ഞാനും എൻ്റെ പെങ്ങളും കൂടെ ഇതിൻ്റെ അകത്ത് കയറി കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഓക്ക് ഒട്ടും പേടിയില്ല. അവളെന്നെ കളിയാക്കി. അന്നേരം എനിക്ക് ഒറ്റയ്ക്ക് കയറണം, അതിൻ്റെ അകത്ത് കയറണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ അത്രയ്ക്കും സ്പീഡില്ല, എന്നാലും ഉണ്ട്, പേടി വരും. പക്ഷേ അത്രയ്ക്കും സ്പീഡില്ല. ഇത് തൊട്ടിപ്പുറം ഇരിക്കുന്ന ഒരു ഫാമിലിയൊക്കെ ഉണ്ട്, അവരെല്ലാം അടിച്ച് അല്ല പേടിച്ച് കാറ് വരുന്നത്. ഇത് കണ്ടോ, നല്ല ഹൈറ്റിൽ വരും കേട്ടോ. ഇതൊരു ഏകദേശം 10-20 അടി. നല്ല സ്പീഡുള്ള സമയത്ത് ഞാൻ എടുത്തില്ല, ഫോണൊക്കെ തെറിച്ചു പോകുന്നൊക്കെ വിചാരിച്ചിട്ട്. കണ്ടോ, നല്ല രസമാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് എപ്പോഴും അല്ല, ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ഫാമിലി ആയിട്ടൊക്കെ ഇങ്ങനെ പോകുന്ന എല്ലാവരും ആൾക്കാരൊക്കെ ഇങ്ങനെ പോകണം, നല്ല രസമാണ്. എപ്പോഴും എങ്ങനെ ഏത് നേരം നമ്മൾ മൊബൈല്, വീട്, പിന്നെ ഇങ്ങനെ ആൾക്കാർ ഒരു പെരുന്നാൾ അല്ല അമ്പലത്തിലെ ഈ ഉത്സവം ഇതിനൊക്കെ പോകാൻ നേരം നല്ല രസമായിരിക്കും, അടിപൊളി രസമായിരിക്കും കാണാൻ തന്നെ. അത്യാവശ്യം സ്പീഡുള്ള സമയത്ത് ഞാൻ എടുത്തില്ല കേട്ടോ. ഇത് കണ്ടോ, കുറേ കളിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്, ചെറിയ പിള്ളേരുടെയൊക്കെ. വലിയവരുടെ അല്ല, ചെറിയ പിള്ളേരുടെയൊക്കെ കുറേ പരിപാടിയുണ്ട്. എനിക്ക് മെയിനായിട്ട് ഞാൻ ഇതിൽ കയറാനാണ് ഞാൻ പോയത്. ഇതൊരു പ്രത്യേക വൈബായിരുന്നു. പക്ഷേ ഇതിൽ റേറ്റ് നമുക്ക് പൈസ ഇച്ചിരി കൂടുതലാണ്. എന്നാ വെച്ചാൽ അവർ പറയുന്നത് എന്നാ വെച്ചാൽ ഇതിന് 10 ദിവസം ഇവിടെയുള്ളൂ. കൂടുതൽ ദിവസം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കുമായിരുന്നു. ആലക്കോട് പള്ളിയിലൊക്കെ പോയ സമയത്ത് നമുക്ക് അവിടെ 70 രൂപയും കണ്ടേ ഉള്ളായിരുന്നു, ഒരാൾക്ക് 60 രൂപ 70 രൂപ കേട്ടോ. നല്ല ഹൈറ്റിൽ അവർ ഇങ്ങനെ നിർത്തും കേട്ടോ. എന്നാന്ന് വെച്ചാൽ താഴെ ആൾക്കാർ കയറുന്നതുകൊണ്ട് കറക്റ്റ് ഈ നമ്മൾ കയറിയിരിക്കുന്ന ഈ തൊട്ടി താഴെ വരുമ്പോഴത്തേന് അവിടെ ഹൈറ്റ് ഇങ്ങനെ പിടിച്ച് നിർത്തും. ഓരോരുത്തർ കയറേണ്ടതായതുകൊണ്ടേ നല്ല പൊക്കത്തിൽ ഹൈറ്റിലായിരിക്കുന്നത്. ആ സൈഡിലൊക്കെ കണ്ടോ, അവിടെ വേറെ ഇങ്ങനെ ഒരു ഇങ്ങനെ ആടുന്ന ഒരു പാമ്പ് പോലത്തെ സംഭവം കണ്ടോ. അതിലൊന്നും ഞാൻ കയറിയിട്ടില്ല. ഏകദേശം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തൊക്കെ അതിൻ്റെ ഉത്സവം നാളെയും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ലാസ്റ്റ് പറ്റുമെങ്കിലും ഒന്ന് പോകണം, നല്ല രസമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ പിള്ളേരിലായിട്ട് വായി നോക്കുകയൊക്കെ ചെയ്യും. എൻ്റെ തൊട്ടിപ്പുറത്തിരിക്കുന്ന ഫാമിലിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. എനിക്ക് ഉള്ളിൽ നല്ല പേടിയുണ്ട്. എന്നിട്ട് ഞാൻ താഴെ ഇരിക്കുന്ന പിള്ളേരോട് പറഞ്ഞു, എടാ കറക്കട സ്പീഡ് പോരെ. ഞാൻ ചവിട്ടി പിടിച്ചിരിക്കുക എന്ന് വെച്ചാൽ മേളിൽ. ഉള്ളിൽ നല്ല പേടിയുണ്ട്, പക്ഷെ അത് പ്രകടിപ്പിക്കാൻ പറ്റില്ല. ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ മോശമാണെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ആലക്കോട് അത്രയും നല്ല സ്പീഡൊന്നും അല്ലായിരുന്നു കേട്ടോ. അത്രയും വലിയ സ്പീഡില്ല. അവിടുത്തെ നല്ല സ്പീഡായിരുന്നു. ഇവിടെ 100 രൂപയ്ക്ക് 6 റൗണ്ട് അങ്ങോട്ടാന്ന് പറഞ്ഞു. പക്ഷേ 6 റൗണ്ട് അത്രയും കൊണ്ട് കറക്കിയിട്ടില്ലെന്ന് തോന്നുന്നത്. അങ്ങനെ ഏകദേശം എന്താ വെച്ചാൽ കഴിയാറായി കേട്ടോ. നല്ല രസമാണ് ഇത് കാണുമ്പോൾ തന്നെ. ഇത് മെയിനായിട്ട് ആൾക്കാർ കയറുന്നത് ഇതിൽ തന്നെ കേട്ടോ. ചിലവർക്ക് പേടിയാണ് തലകറങ്ങുന്നതൊക്കെ പറഞ്ഞു. ശരിക്കും നമുക്ക് എല്ലാവർക്കും പേടി വരും കേട്ടോ. ഇതിൻ്റെ സൈഡിൽ രണ്ടും എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റും അല്ലേ, 10-20 അടി ഹൈറ്റും ഉണ്ട്. ഇതിൻ്റെ സൈഡിൽ മറ്റേ വാതിലൊന്നുമില്ല, ഡോറൊന്നുമില്ല. നമ്മളതിൻ്റെ കമ്പി തന്നെ മുറുക്കെ പിടിച്ചിരിക്കണം. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും 2 സ്ക്രൂവിൽ പിടിപ്പിക്കുന്ന ഒരു ചെറിയ തൊട്ടി പോലത്തെ ഒരു സംഭവം കേട്ടോ. നമ്മൾ കണ്ടിട്ടില്ല ഈ തൊട്ടിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആടുന്ന കണ്ടില്ല, ഒരു 2 സ്ക്രൂവിൽ കിടക്കുന്ന സംഭവം. അങ്ങോട്ടും ഇങ്ങോട്ടും ആടും. നമുക്ക് ശരിക്കുമായിട്ട് പേടി വരും കേട്ടോ. ആദ്യമൊക്കെ കയറിയവർക്ക് ഭയങ്കര പേടിയായിരിക്കും, പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടാവില്ല. പക്ഷെ കാണാൻ നല്ല രസമാണ് കേട്ടോ. അത്യാവശ്യം ആൾക്കാരൊക്കെ കയറും. ഇത് ഏകദേശം ഇങ്ങനെ ഞാൻ പിന്നെ കയറി കഴിഞ്ഞിട്ട് കുറേ നേരം അതിൻ്റെ അവിടെ പോയിരുന്ന് കാണുകയൊക്കെ ചെയ്തു. നല്ല രസമല്ലേ. പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ
ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ കണ്ട് നോക്കിയേ എത്ര അത്യാവശ്യം ഇപ്പം 10 ദിവസം എങ്ങാണ്ട് പിന്നെ ഈ പെരുന്നാൾ അല്ല ഈ ഉത്സവം ഉള്ളതുകൊണ്ട് അത്യാവശ്യം ആൾക്കാർ കുറവാട്ടോ ഓരോ ദിവസങ്ങളിൽ. പിന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോയി, നമ്മൾ കമ്പനി സെറ്റെല്ലാം കൂടെ ചായ കുടിക്കാൻ വേണ്ടി പോയി. ഇങ്ങനെയൊക്കെ വന്ന് നമുക്കെന്ന് പറഞ്ഞാൽ എനിക്കെന്ന് പറഞ്ഞാൽ കമ്പനി അവിടെ നാട്ടിൽ ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറവാണ്. അന്നേരം നമ്മൾ ഷോപ്പിൽ എല്ലാവരും കൂടി പിള്ളേരെല്ലാം കൂടി നല്ല നല്ല രസമല്ലേ, ചായ എല്ലാം കുടിച്ച് ഒരു ഉത്സവം എല്ലാം കണ്ട്. ഇവൻ നമ്മുടെ ഷോപ്പിൽ 2 അവരുണ്ട്, അവരൊക്കെ മിക്കവരും അവർ ഉത്സവത്തിനൊക്കെ പോകും കാണാൻ തന്നെ. ഞാനിത് മെയിനായിട്ട് എന്താ എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തിയേറ്റർ ഉണ്ട് തളിപ്പറമ്പ്, ആലിങ്ങൽ തിയേറ്റർ. അവിടുന്ന് ഒരു പടമൊക്കെ കണ്ട് രാത്രിയിൽ പടമൊക്കെ കണ്ടിട്ട് മൂവിയൊക്കെ കണ്ടിട്ട് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോഴാണ് ഈ ഇങ്ങനത്തെ പരിപാടി നടക്കുന്നത്. എനിക്കതിന് മുന്നേ ഇവിടെ ഇങ്ങനെ ഉത്സവം ഇങ്ങനെ സംഭവം എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഇവിടെ മഴയാണെങ്കിൽ ഇവർക്ക് ഭയങ്കര അടി കിട്ടും കേട്ടോ. മഴയാണെങ്കിൽ അധികം ആൾക്കാരൊന്നും കയറത്തില്ലല്ലോ, ഭയങ്കര പ്രശ്നമാവും. അതുകൊണ്ടോ നമ്മൾ പുറത്തുനിന്ന് നോക്കാൻ നല്ല രസം കേട്ടോ ഇത് കറങ്ങുന്ന കാണുമ്പോൾ തന്നെ. ഈ മെയിനായിട്ട് രാത്രിയിലാണ് ഇത് തുടങ്ങുന്നതും രാത്രിയിലാണ് കറങ്ങുന്നത് കാണാൻ തന്നെ നല്ല രസം. ഞാൻ ഇതിൽ മാത്രമേ കയറിയിട്ടില്ല, അപ്പുറത്തെ ഇങ്ങനെ ഒരു താഴെയായിട്ട് മേലോട്ട് ഇങ്ങനെ ആടുന്നൊരു സംഭവം കണ്ടില്ല തൊട്ടപ്പുറം തന്നെ, ഞാൻ അതിലൊന്നും കയറിയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല അടിപൊളി പാട്ടൊക്കെ ആയിരുന്നു, സൂപ്പർ. ഈ കണ്ടില്ലേ ഈ പാടുന്ന പെണ്ണെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ പാട്ടൊക്കെ ആയിരുന്നു, സിനിമാറ്റിക്, നല്ല അടിപൊളി ഗാനമേള. പിന്നെ ഗ്രൂപ്പ് സോങ്ങൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഇച്ചിരി നേരം കണ്ടു നിന്ന് പിന്നെ ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയായിരുന്നു മറ്റേ ഇവരുടെ മറ്റേ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ പേരും മറന്നുപോയി, അന്നദാനം മാറിപ്പോയി. അതും തൊട്ടിപ്പുറത്ത് തന്നെയായിരുന്നു. പിന്നെ ഞാൻ കഴിക്കാനൊന്നും പോയില്ല, ഞാൻ ആവശ്യം വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നത്. ഇത് 2ാമത്തെ ദിവസം ഏകദേശം ഇതിന് വരുന്നത്. അങ്ങനെ വന്ന് നല്ല എന്നാ പറയുക, ഞാനങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ പോകലൊക്കെ കുറവായിട്ടാണ്. പിള്ളേരൊക്കെ കൂട്ടുകാരൊക്കെ ആയിട്ട് പോകുമ്പോൾ തന്നെ ഒരു രസം തന്നെ. ഇത് കണ്ടോ, അത് കഴിഞ്ഞിട്ട് ഇവർ വന്ന് 2 പേരും കൂടെ വന്ന് ഇവർ 2 പേരും ഇങ്ങനെ പാടുന്നത് നല്ല രസമായിരുന്നു. മെയിനായിട്ട് എല്ലാം സിനിമ സോങ്ങാണ്. പിന്നെ ഇച്ചിരി കഴിയുമ്പം അവിടെ ഈ മറ്റേ ഗിറ്റാർ വായിക്കുന്നത് കേട്ടിരുന്നു കുറച്ച് നേരം, നല്ല രസം കേട്ടോ. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം അമ്പലത്തിൻ്റെ ഒരു സൈഡിലായിട്ട് തന്നെ ഇത് വരുന്ന, അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറണ്ട നമുക്ക്. ഇത് നല്ല അടിപൊളി വായന തന്നെയായിരുന്നു. ഏകദേശം എന്ന് പറഞ്ഞാൽ ഞാൻ ചെല്ലുന്ന ഒരു 10:30-11 മണിയൊക്കെ ആയി. അന്നേരത്തേന് ഇതെല്ലാം വായന ഏകദേശം കഴിയാറായി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകാനുള്ള പരിപാടിയാട്ടോ. അത്യാവശ്യം ആൾക്കാരുണ്ട്, ഒരു 10-15 ദിവസത്തെ ഇത് ഉത്സവമായതുകൊണ്ടേ ആൾക്കാർ കുറച്ചായിട്ട് വരുന്നത്. ഏറ്റവും മെയിനായിട്ടെന്ന് വെച്ചാൽ ഒരു പകുതി എത്തുമ്പോഴും ലാസ്റ്റൊക്കെ ആയിരിക്കും നല്ല ആൾ വരുന്നത്. പിന്നെ കുറേ സാധനങ്ങൾ കൊണ്ട് വിൽക്കാനും അതിനും എല്ലാം ആയിട്ട് ആൾക്കാർ കുറേ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടോ ഈ അടുത്ത് ചുറ്റുവട്ടത്തുള്ള എല്ലാ ആൾക്കാരും വരും. എന്നാ വെച്ചാൽ ടൗൺ ആയതുകൊണ്ട് അധികം വലിയ ദൂരം ഇല്ലാത്ത ആൾക്കാരെല്ലാം വരും. അങ്ങനെയാണ്. പിന്നെ ഞാൻ നേരത്തെ നമ്മൾ ആട് നോക്കാണ്ടില്ലേ, അങ്ങോട്ട് വന്നേക്കും കേട്ടോ, അതിലെ കൂടെ വേണം നമുക്ക് നേരെ തിരിച്ചു പോകണമെങ്കിൽ. പിന്നെ ഇപ്പോഴും ഒരു 10:30-10:45 കേട്ടോ. പിന്നെ ഇപ്പോഴും ആൾക്കാർ